Good morning, friends. Have a happy Monday. I am Narayan Poti here. ഇന്നലെ ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ നെടുമ്പാശ്ശേരി സെൻറ്ററിൽ സെൽഫ് എംപവർമെൻ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. നല്ലൊരു അടിപൊളി ക്ലാസ്സായിരുന്നു, വളരെ സിമ്പിൾ ക്ലാസ്സായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ പോയിൻ്റ്, എങ്ങനെയാണ് ആളുകൾ ബിക്കം ടെൻഷൻ. ഇപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്, കുറേ പേർക്ക് ഡിപ്രഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടെൻഷൻ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നത്? അതൊരു ഒരു ഇത് മാറിയാണ്, സ്പൈരൽ മാറിയാണ്. അതായത് ആദ്യം നമുക്ക് ആഗ്രഹങ്ങൾ തുടങ്ങും. അതായത് അദ്ദേഹം പറഞ്ഞൊരു മെയിൻ പോയിൻ്റ്, അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, അത് വേണം, ഇത് വേണം, എനിക്ക് 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 ആ ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പോഴാണ് നമുക്കിപ്പോൾ ആദ്യം ചിന്തകളാവും, അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ചിന്തിക്കും, പിന്നെ അത് സ്പൈറൽ വൈൻഡിങ് ആവും, അങ്ങനെ അത് ടെൻഷനാവും, പിന്നെ ഡിപ്രഷനാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുക, അതിനെ പറ്റിയ മെഡിറ്റേഷൻ എന്താണ്, അതാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഇതുള്ളതുകൊണ്ട് ഇത് നല്ലൊരു ഞാനൊന്ന് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും തന്നെ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ആരായാലും, മേ ബി പ്രൈം മിനിസ്റ്റർ, മേ ബി എൻജിനീയർ, മേ ബി ഡോക്ടർ, ആരായാലും വി ആർ ബോൺ ഇൻ ദിസ് എർത്ത് ആൻഡ് ഗോയിങ് ബാക്ക്. എല്ലാവരും മരിക്കണം. ജനിച്ചാൽ മരണം മാത്രമേ ഉള്ളൂ സുനിശ്ചിതമായിട്ടുള്ളത്. ഭഗവത്ഗീത പറയുന്നുണ്ട്, ഒൺലി തിങ് വിച്ച് ഇസ് ഉറപ്പുള്ളൊരു കാര്യം ജനിച്ചവരെല്ലാവരും മരിക്കും. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കയറുന്ന മാതിരിയാണ്. നമ്മൾ ട്രെയിനിൽ കയറി കുറേ പേര് ആലുവയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മംഗലാപുരത്തേക്ക് ടിക്കറ്റ് എടുത്താൽ കുറേ പേര് കോഴിക്കോട് ഇറങ്ങണു, കുറേ പേര് കണ്ണൂർ ഇറങ്ങണു, കുറേ പേര് കാസർഗോഡ് ഇറങ്ങണു, മംഗലാപുരത്ത് ഇറങ്ങണം. അങ്ങനെ അവരവരുടെ പാർട്ട് കഴിയുമ്പോൾ അവരവരങ്ങ് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 1 minute മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഗസ്റ്റായിട്ടാണ്. അപ്പോൾ വി ആർ ഓൺലി എ പവർ, ഒരു ആത്മാവാണെങ്കിൽ പവറാണ്. നമ്മൾ സാക്ഷിയായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അവിടെ നിന്ന് സാക്ഷിയായിട്ട് നമ്മൾ നോക്കിക്കാണുക. സാക്ഷിയായിട്ട് നോക്കിക്കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ്. ഓരോരുത്തർ കിടന്ന് ഓടുന്നു, കാലത്ത് എഴുന്നേൽക്കുന്നു, യോഗ ചെയ്യുന്നു, ചിലർ മെഡിറ്റേഷന് പോകുന്നു, ചിലർ അമ്പലത്തിൽ പോകുന്നു, ചിലർ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നു. അതായത് വി സി ഇറ്റ് ഹാസ് ഓൾ എ ഡ്രാമ. നമ്മുടെ കുട്ടികളുടെ കാര്യമായാലും, നമ്മുടെ ഭാര്യയുടെ കാര്യമായാലും, നമ്മുടെ ഫാമിലിയുടെ കാര്യമായാലും, അച്ഛൻ്റെ അമ്മയുടെ ആരുടെ കാര്യമായാലും, അവരെല്ലാവരും വന്നിരിക്കുന്നത് അവരുടെ പാർട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട 1 minute നമ്മൾ ഇരുന്നിട്ട് ജസ്റ്റ് മെഡിറ്റേറ്റ് ഫോർ 1 minute, എന്നിട്ട് മാറി നിന്നിട്ട് ഇതിനെ കാണുക. കണ്ടിട്ട് നമ്മൾ ഗസ്റ്റാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഗസ്റ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് അങ്ങനെ 3 കഥകൾ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു പറയാം. ആദ്യത്തെ ഒരു കഥ പറഞ്ഞിരിക്കുന്നത് സന്യാസിയുടെയാണ്. ഒരു സന്യാസി, ഒരാൾക്ക് സന്യാസിയാവണം, അയാൾക്ക് വിരക്തി തോന്നി. ഹി ഗോസ് ടു എ ഫോറസ്റ്റിൽ പോയിട്ട് ഒരു വലിയ ഫോറസ്റ്റിൻ്റെ മലയുടെ മുകളിൽ പുള്ളി തപസ് ചെയ്യാണ്. അങ്ങനെ തപസ്സിരിക്കുമ്പോൾ ഒരു എലിയുടെ ഭയങ്കര ശല്യം. ഇയാളുടെ തപസ്സിന് എലികളുടെ ശല്യം കൊണ്ട് തപസ് മുടങ്ങാണ്. അപ്പോൾ ഇയാൾ ഇതൊരു ശല്യമായാലോ എന്ന് വെച്ചിട്ട് ഇയാൾ എന്ത് ചോദിച്ചാൽ, ടൗണിൽ പോയിട്ട് ഗ്രാമത്തിൽ പോയിട്ട് ഒരു പൂച്ചയെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പൂച്ചയെ വളർത്തിക്കഴിഞ്ഞാൽ അത് എലി ഓടിച്ചോളൂല്ലോ. അങ്ങനെ പൂച്ചയെ വളർത്തിക്കൊണ്ട് എലിയുടെ ശല്യം മാറി. പൂച്ച എലിയെ പിടിച്ച് നിന്ന് പിന്നെ എലികൾ അങ്ങോട്ട് വരാതെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇനി ഓക്കെ ആണെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ പൂച്ചയുടെ ഇടയ്ക്കിടയ്ക്ക് മ്യാവ് 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 എന്ന് പറഞ്ഞ് പൂച്ചയുടെ കരച്ചിൽ. അപ്പോൾ ഇതിനെ സാറ്റിസ്ഫൈ എന്താ ചെയ്യണ്ടേ? അപ്പോൾ വേറൊരു ശിഷ്യൻ പറഞ്ഞു, അതിന് നമ്മളെന്തെങ്കിലും കൊടുക്കണം, പാല് കൊടുക്കണം. അതിനൊരു കാര്യം ചെയ്യാം, നമുക്ക് ടൗണിൽ പോയിട്ടൊരു പശുവിനെ വാങ്ങിക്കാം. അങ്ങനെ ഗ്രാമത്തിൽ പോയിട്ടൊരു പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പശുവിന് പുല്ല് കൊടുക്കണം. അപ്പോൾ തന്നെ ലോക്കലായിട്ട് ഒരു 1-2 പേരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഫീൽഡ് ഉണ്ട്, അത് ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതി, പുല്ല് തിന്നോട്ടെ. പക്ഷേ ഈ പശുവിനെ കറക്കൽ, പാലെടുക്കൽ, കൊടുക്കലൊക്കെ ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഒരാൾ സജസ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഗ്രാമത്തിൽ പോയിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, പണിയെല്ലാം അറിയാവുന്നവരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി ഇതെല്ലാം ചെയ്തോളൂ. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളായി, പിന്നെ കുട്ടികളുടെ പഠിത്തമായി. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും, അതിനെക്കുറിച്ച് അടുത്ത കാര്യം ചെയ്യും,
അടുത്ത കാര്യം ചെയ്യും, കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കൊച്ചിൻ്റെ കഥ പറഞ്ഞു. കൊച്ച് ഒരു പോത്തിൻ്റെ വാലെ പിടിച്ചു. കൊച്ചു ഇങ്ങനെ പോവുക. പോത്ത് എന്ത് ചെയ്തു? നേരെ പോയി ചെളിയിലിറങ്ങി. കൊച്ചും ചെളിയിൽ വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോത്ത് എന്ത് ചെയ്തു? നടന്നു പോയിട്ട് ഒരു ചാണകക്കുണ്ടി കയറി. കൊച്ചു ചാണകത്തിൽ വീണു. അങ്ങനെ പോത്ത് പോകുന്നിടത്തൊക്കെ കൊച്ചു പോകുന്നതിന് കൊച്ചു പോത്തിനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ പോത്താണ് എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പക്ഷെ കൈ വിടാൻ തയ്യാറില്ല, വാലി പിടിച്ച് വിടാൻ തയ്യാറില്ല. നമ്മളും അതേമാതിരി തന്നെ നമ്മൾ ആളുകളെ കുറ്റം, അത് അവനാണ് എൻ്റെ പ്രശ്നം, ഇവനാണ് എൻ്റെ പ്രശ്നം, മറ്റവനാണ് എൻ്റെ പ്രശ്നം. പക്ഷെ നമ്മളും വാലി പിടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ വാലി വിടാൻ തയ്യാറില്ല. അപ്പോൾ നമ്മൾ ആ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ടൂർ പോയിട്ട് ഒരു മലയുടെ മുകളിൽ ചെന്നു. മലയുടെ മുകളിൽ നല്ല സൈറ്റിലേക്ക് കഷ്ടകാലത്തിന് കാല് തെറ്റി വീണ് കഴിഞ്ഞപ്പോൾ ഭാഗ്യത്തിന് ഇയാൾ വീണ വഴിക്ക് ഏതോ ഒരു ചെടിയുമ കിട്ടി, ഒരു കമ്പുമ്മ കയറി പിടിച്ച് തൂങ്ങിക്കിടന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ, ഞാനിത് ഇത്ര നാൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ, ദയവായിട്ട് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ നീ പറഞ്ഞ അനുസരിക്കാം, ഞാൻ പിന്നെ ഇനി വേറെ ഒരു വൃത്തികേടും കാണിക്കില്ല, നീ പറഞ്ഞാൽ എന്നെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, 100% നീ ഞാൻ പറഞ്ഞ അനുസരിക്കുമെന്ന് ചോദിച്ചു. അനുസരിക്കാം, എന്നാൽ നീ ആ കൈ അങ്ങ് വിടാൻ പറഞ്ഞു. അപ്പോൾ ഇവന് പേടി, ദൈവം ഇങ്ങനെ പറഞ്ഞെങ്കിലും കൈ വിട്ട് കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഞാനല്ലേ മരിച്ചു പോണേ. അപ്പോൾ അങ്ങേര് തന്നെ ഉറക്കം ഒന്നും കൂടി വിളിച്ചു ചോദിച്ചു. കുറച്ച് നേരം ഒരു മൗനം. അത് കഴിഞ്ഞ് ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നെ രക്ഷിക്കാൻ? നോക്കിയപ്പോൾ ആരുമില്ല. അവസാനം നീ വേറെ ആരുമില്ല, ദൈവം പറഞ്ഞാൽ ചെയ്യാന്ന് വെച്ച് കൈ അങ്ങ് വിട്ടു. കൈ തളർന്നങ്ങ് കൈ വിട്ടതല്ല, കൈയൊക്കെ കുഴഞ്ഞ് നാശമായി, കൈ പൊടാവോന്നങ്ങ് വീണു കഴിഞ്ഞപ്പോൾ എന്താ, 2 അടിയേ ഉള്ളൂ ഇങ്ങേർക്ക് ഗ്രൗണ്ടായിട്ട് ഇതുണ്ടായിരുന്നേ. ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പറിച്ചു. അപ്പോൾ അങ്ങേര് വളരെ ഹാപ്പിയായി. അപ്പോൾ അങ്ങേര് പിന്നെ എന്ത് ചോദിച്ചാൽ, അങ്ങേര് ഈ ചെടിയുമേ അങ്ങേര് വേണമെന്ന് വെച്ചിട്ട് അങ്ങേര് കയറിയിട്ട് ഇങ്ങനെ ആടും, പിന്നെ ഇടയ്ക്ക് ഇറങ്ങും. അതായത് ഹീ ബിക്കെയിം അവെയർ അബൌട്ട് ദ തിങ്. നമ്മുടെ കാര്യങ്ങൾ ഇഫ് യു ഡു വിത്ത് അവെയർനെസ്, കാര്യം മനസ്സിലാക്കിയാൽ 2 അടി കൊണ്ട് നമുക്ക് ടെൻഷനില്ല. കാര്യം മനസ്സിലാക്കാതെ നമ്മൾ ടെൻഷൻ അടിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1 മിനിറ്റ് മെഡിറ്റേഷൻ എല്ലാ ദിവസവും, ഓരോ മണിക്കൂറിലാണെങ്കിൽ ഒരു ദിവസം ഒരു 4 തവണയെങ്കിലും 1 മിനിറ്റ് മെഡിറ്റേഷൻ, അതായത് 4 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക, നമ്മൾ സാക്ഷിയായിട്ട് മുകളിലേക്ക് പോവുക, നമ്മൾ ഈ ഭൂമി കാണുക, ഭൂമിയിൽ എല്ലാവരും ആക്ട് ചെയ്യുന്നത് കാണുക, നമ്മുടെ കൂടെയുള്ളവരുടെ ആക്ടിങ് കാണുക, നമ്മളും അതേമാതിരി ഒരു ആക്ടറാണെന്ന് മനസ്സിലാക്കുക, ആക്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ളതെന്ന് മനസ്സിലാക്കുക. ഒന്നും നമ്മുടെ അല്ല. പിന്നെ എപ്പോഴും സന്തോഷിക്കുന്നത് എടുക്കുമ്പോഴല്ല, കൊടുക്കുമ്പോഴാണ്. ബി ഓൾവേസ് എ ഗിവർ. കൊടുക്കുമ്പോഴാണ് സന്തോഷം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ വണ്ടർഫുൾ മൺഡേ. മാക്സിമം ആളുകളെ സഹായിക്കുക, മാക്സിമം നിങ്ങൾ കൊടുക്കാവുന്നത്രയും കൊടുക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ വി ആർ ഓൺലി എ ഗസ്റ്റ് ഇൻ ദിസ് ടു പ്ലേ അവർ റോൾ ഇൻ ദിസ് വേൾഡ് ഡ്രാമ, അഭിനയിക്കാനെന്ന് വിചാരിക്കുക. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.